വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം. നമ്മൾ ബാഷാന്റെ വഴി ലക്ഷ്യമാക്കി കയറി ചെന്നു. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവൻ്റെ ജനം മുഴുവനും എദ്രെയയിൽ വെച്ച് നമ്മെ നേരിടാൻ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ അവനെയും അവൻ്റെ ജനം മുഴുവനെയും ദേശവും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ജനം മുഴുവനെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിജീവിക്കുന്നതിനായി ഒന്നും അവന് അവശേഷിപ്പിക്കാതെ നമ്മൾ അവന് പ്രഹരിച്ചു. അവൻ്റെ എല്ലാ പട്ടണങ്ങളും അക്കാലത്ത് നാം പിടിച്ചടക്കി. അവരിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കാത്ത ഒരു പട്ടണവും ഇല്ലായിരുന്നു. ബാഷാനിൽ ഓഗിൻ്റെ രാജ്യം അർഗോബ് പ്രവിശ്യ മുഴുവനിലുമുള്ള 60 പട്ടണങ്ങളായിരുന്നു. തുറസായ ഒട്ടനവധി പട്ടണങ്ങൾക്ക് പുറമെ ഉയർന്ന കോട്ടകൾ, ഇരട്ടവാതിലുകൾ, ഓടാമ്പൽ എന്നിവയുള്ള ദുർഗമങ്ങളായ പട്ടണങ്ങളായിരുന്നു ഇവയെല്ലാം. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണത്തിലെയും ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നിവരെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ അവയെ ഉന്മൂലനാചാരം വിധേയമാക്കി. എന്നാൽ സകല മൃഗത്തെയും പട്ടണങ്ങളുടെ കൊള്ള മുതലും നമുക്കായി നമ്മൾ കവർന്നെടുക്കുകയുണ്ടായി. അർണോൻ അരുവി മുതൽ ഹെർമോൻ മല വരെയുള്ള പ്രദേശം, ജോർദാന്റെ മറുകരയുള്ള 2 അമോര്യ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അക്കാലത്ത് നമ്മൾ പിടിച്ചെടുത്തു. സീദോൻകാർ ഹെർമോണിനെ വിളിക്കുന്നത് സിറിയോൻ എന്നാണ്. അമോര്യർ അതിനെ സെനീർ എന്ന് വിളിക്കുന്നു. ബാഷാനിലെ ഓഗിൻ്റെ പട്ടണങ്ങളായിരുന്നു എല്ലാ സമതല പട്ടണങ്ങളും, ഗിലെയാദ് മുഴുവനും, സെൽക്കായും എദ്രോയും വരെയുള്ള ബാഷാൻ മുഴുവനും. റാഫാകളുടെ ശിഷ്ടഭാഗത്തു നിന്ന് ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇതാ അവൻ്റെ കട്ടിൽ ഇരുമ്പ് കട്ടിലായിരുന്നു. അതല്ലേ അമ്മോന്യരുടെ റബ്ബായിലുള്ളത്. പുരുഷൻ്റെ മുഴങ്കൈ അളവിൽ അതിൻ്റെ നീളം 9 മുഴമായിരുന്നു, വീതി 4 മുഴവും. അക്കാലത്ത് നമ്മൾ ഈ ദേശം കൈവശപ്പെടുത്തി. അർണോൻ അരുവിക്ക് സമീപമുള്ള അരോവേർ മുതലും ഗിലിയാദ് മലയുടെ പകുതിയും അതിൻ്റെ പട്ടണങ്ങളും ഞാൻ റൂബൻകാർക്കും ഗാദുകാർക്കുമായി കൊടുത്തു. ഗിലിയാദിൻ്റെ ബാക്കിയും ഓഗിൻ്റെ രാജ്യവുമായിരുന്ന ബാഷാൻ മുഴുവനും ഞാൻ മനാസയുടെ ഗോത്രപാതിക്ക് നൽകി. അർഗോബ് പ്രദേശമെല്ലാം ഉൾപ്പെടുന്ന ബാഷാൻ മുഴുവനും റാഫാകളുടെ ദേശമെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഗഷറുകാരുടെയും മാക്കാത്തുകാരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം മുഴുവൻ മനാസയുടെ പുത്രൻ യായിർ പിടിച്ചെടുത്ത് അവ തൻ്റെ പേരിനോട് ചേർത്ത് ബാഷാൻ ഹവോത്ത് യായി എന്ന് വിളിച്ചു. ഈ ദിനം വരെയും അങ്ങനെ തന്നെ. മാക്കീറിന് ഞാൻ ഗിലിയാദ് കൊടുത്തു. റൂബൻകാർക്കും ഗാദുകാർക്കും ഞാൻ കൊടുത്തത് ഗിലെയാദ് മുതൽ അർണോൺ അരുവിയുടെ മധ്യം വരെയും അമ്മോന്യരുടെ അതിർത്തിയായ യാബോക്ക് അരുവി വരെയുമുള്ള ഭൂരിഭാഗവും, കിന്നരത്ത് മുതൽ കിഴക്കോട്ട് പിസ്ഗായുടെ ചരിവുകൾക്ക് താഴെ ഉപ്പുകടലായ അറാബക്കൽ കടൽ വരെയും ജോർദാനും ഭൂവിഭാഗവും സമതലവുമായിരുന്നു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: കൈവശമാക്കാനായി ഈ ദേശം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ശക്തന്മാരായ എല്ലാവരും നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലിയരുടെ മുമ്പേ അണിനിരന്ന് മുന്നേറണം. എന്നാൽ നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലി ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരർക്കും കർത്താവ് വിശ്രമം നൽകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് ജോർദാന്റെ മറുകരെ അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെയാണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവനവൻ്റെ കൈവശഭൂമിയിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. അക്കാലത്ത് ഞാൻ ജോഷുവോട് ഇപ്രകാരം കൽപ്പിച്ചു: ഈ 2 രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തതെല്ലാം
നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. നീ കടന്നു ചെല്ലുന്ന ഇടത്തെ എല്ലാ രാജ്യങ്ങളോടും കർത്താവ് അപ്രകാരം തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ കർത്താവിനോട് ഇപ്രകാരം കനിവിരുന്നു: കർത്താവേ, എൻ്റെ നാഥ, അങ്ങയുടെ മഹത്വവും ശക്തവുമായ കരവും അങ്ങയുടെ ദാസനെ അങ്ങ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നത് പോലെയും ശക്തി പ്രകടമാക്കുന്നത് പോലെയും നിവർത്തിക്കുന്ന ദൈവം ആകാശത്തിലും ഭൂമിയിലും വേറെ ആരുണ്ട്? ഞാൻ കടന്നു ചെന്ന് ജോർദാൻ അക്കരെയുള്ള വിശിഷ്ടമായ നാടും ആ മനോഹരമായ മലനിരയും ലെബനോനും കാണാൻ അങ്ങ് അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നെ ശ്രവിച്ചില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു: മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും എന്നോട് സംസാരിക്കുന്നത് നീ തുടരരുത്. പിസ്കാ ശൃംഗം കയറി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നിന്റെ ദൃഷ്ടികൾ ഉയർത്തി നീ തന്നെ നേരിട്ട് കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. നീ ജോഷയെ അനുശാസിക്കുക, അവനെ ശക്തിപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവൻ ഈ ജനത്തിനു മുൻപേ മുന്നേറും. നീ കാണുന്ന ദേശം അവകാശമാക്കാൻ അവൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ബേത്പയോറിന് എതിരെയുള്ള താഴ്വരയിൽ താമസിച്ചു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം. ഇസ്രായേലെ, നിങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇപ്പോൾ ശ്രവിക്കുവിൻ. ഇത് നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശം നിങ്ങൾ ചെന്ന് കൈവശമാക്കേണ്ടതിനുമാണ്. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, അതിൽ നിന്നൊന്നും കുറയ്ക്കാൻ പാടില്ല. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കാനുള്ളവയാണ്. ബാൽപെയോർ നിമിത്തം കർത്താവ് ചെയ്തത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്ന ഓരോ ആളെയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് ജീവനുള്ളവരാണ്. നോക്കൂ, എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്തിനുള്ളിൽ തദനുസാരം നിങ്ങൾ വർത്തിക്കേണ്ടതിനാണ്. ജനങ്ങളുടെ ദൃഷ്ടികളിൽ അത് നിങ്ങളുടെ ജ്ഞാനവും അറിവും ആയിരിക്കുമെന്നതുകൊണ്ട് നിങ്ങൾ പാലിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ഈ ചട്ടങ്ങളെല്ലാം കേൾക്കുന്നവർ പറയും: ഈ മഹത്തായ ജനത എത്ര ജ്ഞാനവും വിവേകവുമുള്ള ജനം! എന്തെന്നാൽ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നമുക്ക് സമീപസ്ഥനായ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ദേവന്മാർ തങ്ങൾക്ക് സമീപസ്ഥരായ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തരുന്ന ഈ നിയമസംഹിത പോലെ നീതിയുക്തമായ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും സ്വന്തമായുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നീ തികച്ചും ജാഗരൂകനായിരിക്കുക. നിന്റെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും നിന്റെ ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് അകലാതിരിക്കാനും നീ ആത്മന അതീവ ശ്രദ്ധാലുവാകുക. അവ നിന്റെ മക്കളോടും പേരക്കിടാങ്ങളോടും നീ അറിയിക്കണം. ജനത്തെ എനിക്കായി നീ വിളിച്ചുകൂട്ടുക. ഭൂമിയിൽ അവർ ജീവനോടെ ഇരിക്കുന്ന കാലമെല്ലാം എന്നെ ഭയപ്പെടാൻ അവർ പഠിക്കുന്നതിനും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനുമായി എൻ്റെ വാക്കുകൾ ഞാൻ അവരെ കേൾപ്പിക്കട്ടെ എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്ത ദിവസം നീ ഹോറേബിൻ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ അടുത്തെത്തി മലയുടെ കീഴിൽ നിന്നു ആകാശമധ്യത്തോളം എത്തുന്ന അഗ്നിയാൽ മല എരിയുകയായിരുന്നു. ഇരുണ്ട മേഘവും കൂരിരുട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. വാക്കുകളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു, ശബ്ദം മാത്രം, രൂപം നിങ്ങൾ ആരും കാണുന്നുണ്ടായിരുന്നില്ല. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് വിവരിച്ചു. നിങ്ങൾ അനുവർത്തിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 വചനങ്ങളാണിവ. 2 കൽപ്പകകളിൽ അവിടുന്ന് അവ എഴുതി. കൈവശമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുഷ്ഠിക്കേണ്ടതിന് അവ നിങ്ങളെ പഠിപ്പിക്കാൻ അക്കാലത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചു. ആകയാൽ നിങ്ങൾ ആത്മന ഏറെ കരുതലുള്ളവരായിരിക്കണം. ഹോറേബിൽ അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം രൂപമൊന്നും നിങ്ങൾ കാണാതിരുന്നത് നിങ്ങൾ ദുഷിക്കത്തക്ക വിധം ഏതെങ്കിലും രൂപത്തിൽ ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനാണത്. അതായത് ആണിന്റെയോ പെണ്ണിന്റെയോ സാദൃശ്യമാകട്ടെ, ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെ സാദൃശ്യമാകട്ടെ, ആകാശത്ത് പറക്കുന്ന ചിറകുള്ള ഏതെങ്കിലും പക്ഷിയുടെ സാദൃശ്യമാകട്ടെ, നിലത്തുള്ള ഏതെങ്കിലും ഉരകത്തിന്റെ സാദൃശ്യമാകട്ടെ, ഭൂമിക്കടിയിലുള്ള ജലത്തിലെ ഏതെങ്കിലും മത്സ്യത്തിന്റെ സാദൃശ്യമാകട്ടെ, ഒന്നും ഉണ്ടാക്കാതിരിക്കാനാണ്.
മാത്രമല്ല, നീ ആകാശത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാകുന്ന സകല ആകാശഗോള സഞ്ചയത്തെയും കണ്ട് അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യാതിരിക്കാനുമാണ്. നിന്റെ ദൈവമായ കർത്താവ് അവയെ ആകാശം മുഴുവൻ്റെയും കീഴിലുള്ള എല്ലാ ജനങ്ങൾക്കുമായി നിർണയിച്ചു നൽകിയിരിക്കുന്നു. നിങ്ങളെ ആകട്ടെ കർത്താവ് സ്വീകരിച്ച് ഇന്നത്തെ പോലെ തനിക്ക് അവകാശമായ ഒരു ജനമായി തീരേണ്ടതിന് ഈജിപ്തിൽ നിന്ന് ആ ഇരുമ്പ് ചൂളയിൽ നിന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെ പ്രതി കർത്താവ് എന്നോട് രോഷം പൂണ്ടു. ഞാൻ ജോർദാൻ കടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്തേക്ക് പ്രവേശിക്കുകയില്ലെന്നും അവിടുന്ന് ശപഥം ചെയ്തു. ആകയാൽ ഞാൻ ജോർദാൻ കടക്കാതെ ഈ ദേശത്ത് വച്ച് തന്നെ മരിക്കും. നിങ്ങളാകട്ടെ അത് കടന്ന് ആ വിശിഷ്ട ദേശം കൈവശപ്പെടുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ അവിടുത്തെ ഉടമ്പടി മറക്കാതിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് വിലക്ക് കൽപ്പിച്ചിട്ടുള്ള എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടുന്ന് തീഷ്ണമതിയായ ദൈവമാണ്. നിനക്ക് മക്കളും പേരക്കിടാങ്ങളും ജനിക്കുകയും നാട്ടിൽ നിങ്ങൾ സ്വസ്ഥതയുള്ളവരാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദുഷിച്ച് എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹം ഉണ്ടാക്കുകയും നിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കൈവശമാക്കാനായി നിങ്ങൾ ജോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ക്ഷിപ്രം നാശമടയുക തന്നെ ചെയ്യും. ഇതിന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ ഞാൻ ഇന്ന് സാക്ഷിയാക്കുന്നു. അവിടെ നിങ്ങൾ ദീർഘനാളുകൾ വസിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങൾ നിശേഷം ഇല്ലായ്മ ചെയ്യപ്പെടും. കർത്താവ് നിങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കും. കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ജനതകൾക്കിടയിൽ വിരലിൽ എണ്ണാവുന്നവരായി നിങ്ങൾ അവശേഷിക്കും. അവിടെ മനുഷ്യന്റെ കരവേലയായ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും ദൈവങ്ങളായി നിങ്ങൾ സേവിക്കും. എന്നാൽ നിങ്ങൾ അവിടുന്ന് നിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും. നീ അവിടുത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തേടുന്നത് കൊണ്ട് കണ്ടെത്തും. പിൽക്കാലങ്ങളിൽ നീ ക്ലേശത്തിലായിരിക്കുമ്പോഴും ഇക്കാര്യങ്ങളെല്ലാം നിന്നെ പിടികൂടുമ്പോഴും നീ നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരികുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമായതുകൊണ്ട് അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, നിന്നെ നശിപ്പിക്കുകയില്ല. നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി അവിടുന്ന് വിസ്മരിക്കുകയുമില്ല. അതെ, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ച ദിവസത്തോട് തുടങ്ങി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആദ്യ ദിനങ്ങളോട് ആകാശത്തിന്റെയും ഒരറ്റത്തോട് തുടങ്ങി ആകാശത്തിന്റെ മറ്റേ അറ്റം വരെ നിങ്ങൾ ആരായുവിൻ. ഇതുപോലൊരു മഹാസംഭവം നടന്നിട്ടുണ്ടോ? അഥവാ ഇതുപോലൊന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ടോ? അഗ്നിമധ്യയിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടതുപോലെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ജനം പിന്നെ ജീവിച്ചിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം പോലെ പരീക്ഷകളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും യുദ്ധത്താലും ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും അതിഭയാനക പ്രവൃത്തികളാലും ജനതയുടെ മധ്യയിൽ നിന്ന് ഒരു ജനതയെ തനിക്കായി സ്വീകരിക്കുവാൻ വരുന്നതിന് ദൈവം ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടത്തേക്ക് പുറമെ മറ്റാരുമില്ലെന്നും അറിയാൻ വേണ്ടി നിനക്ക് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നു. നിന്നെ പരിശീലിപ്പിക്കാനാണ് തന്റെ സ്വരം ആകാശത്ത് നിന്ന് അവിടുന്ന് നിന്നെ കേൾപ്പിച്ചത്. തന്റെ മഹത്തായ അഗ്നിഭൂമിയിൽ അവിടുന്ന് നിന്നെ കാണിച്ചത്. അവിടുത്തെ വാക്കുകൾ അഗ്നിമധ്യയിൽ നിന്ന് നീ കേട്ടത്. അവിടുന്ന് നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്തതിയെ അവിടുന്ന് തിരഞ്ഞെടുത്തു. അവിടുന്ന് തന്റെ സാന്നിധ്യത്തിലും മഹാശക്തിയിലും നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നിന്നേക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിന്റെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനും ഇന്നത്തേതുപോലെ നിന്നെ കൊണ്ടുവന്ന് അവരുടെ ദേശം നിനക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും കർത്താവ് തന്നെയാണ് ദൈവം, വേറെ ഒരുവനില്ല എന്ന് ഇന്ന് നീ ഗ്രഹിച്ചു ബോധ്യപ്പെടണം. ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് എക്കാലത്തേക്കും നിനക്ക് തരുന്ന ഭൂമിയിൽ നീ ദീർഘായുഷ്മാനാകുന്നതിന് നിനക്കും നിനക്ക് ശേഷം നിന്റെ മക്കൾക്കും നന്മയുളവാക്കുന്ന ഇന്ന് നിന്നെ ഞാൻ അനുശാസിക്കുന്ന അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ പാലിക്കണം. മോശ പിന്നീട് ജോർദാന് മറുകരെ സൂര്യോദയ ദിക്കിൽ 3 പട്ടണങ്ങൾ വേർതിരിച്ചു. തന്റെ അയൽക്കാരനോട് പൂർവ്വവിരോധം കൂടാതെ അറിയാതെ അവന് വധിക്കാനിടയാകുന്ന കൊലപാതകയ്ക്ക് അവിടേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയാണിത്. ഈ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഒളിച്ചോടി അവന് ജീവിക്കാം. റൂബൻകാർക്ക് മരുഭൂമിയിലെ സമതലത്തിലുള്ള ബേസർ, ഗാദുകാർക്ക് ഗലയാദിലെ റാമോത്ത്, മനാസെക്കാർക്ക് ബാഷാനിലെ ഗോലാൻ.
ഇതാണ് മോശ ഇസ്രായേലർക്ക് മുന്നിൽ അവതരിപ്പിച്ച നിയമം. ഇസ്രായേലർ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മോശ അവരോട് വചിച്ച സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങളുമാണിവ. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ജോർദാന്റെ മറുകരെ മോശയും ഇസ്രായേലരും തോൽപ്പിച്ച ഹെഷ്ബോൻ വാസിയായ അമോര്യ രാജാവ് സീഹോന്റെ ദേശത്തിലെ ബെത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ വച്ചായിരുന്നു അത്. അവന്റെ നാടും ബാഷാനിലെ രാജാവായ ഓഗിന്റെ ജോർദാൻ അക്കരെ സൂര്യോദയ ദിക്കിലെ അമോര്യ രാജാക്കന്മാരായിരുന്നു അവരിരുവരും. നാടും അവർ കൈവശമാക്കി. അതായത് അർണോൺ നദീതീരത്തുള്ള ആരോവർ മുതൽ ഹെർമോൺ എന്ന സിയോൺ മല വരെയും ജോർദാന്റെ മറുകരെ കിഴക്കുള്ള അറാബ മുഴുവനും പിസ്ഗായുടെ ചരിവുകൾക്ക് താഴെയുള്ള അറാബ കടൽ വരെയും. 119 സങ്കീർത്തനം 51 മുതൽ 100 വരെയുള്ള തിരുവചനങ്ങൾ. ധിക്കാരികൾ എന്നെ വല്ലാതെ കളിയാക്കി. ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് തിരിഞ്ഞു പോയില്ല. നിത്യത മുതലുള്ള അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ അനുസ്മരിച്ച് കർത്താവെ ഞാൻ സമാശ്വസിച്ചു. അങ്ങയുടെ നിയമം ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നെ പിടികൂടിയിരിക്കുന്നു. എന്റെ പരദേശ ഭവനത്തിൽ അങ്ങേ ചട്ടങ്ങളായിരുന്നു എന്റെ കീർത്തനങ്ങൾ. കർത്താവെ, രാത്രിയിൽ ഞാൻ തിരുനാമം അനുസ്മരിച്ചു. അങ്ങയുടെ നിയമം പാലിക്കുകയും ചെയ്തു. എനിക്ക് ഇക്കാര്യം സാധിച്ചു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. കർത്താവാണ് എന്റെ ഓഹരി. തിരുവചനങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തിരുമുഖം പ്രസാദിപ്പിക്കുന്നു. തിരുവചസ്സു പ്രകാരം എന്നോട് ദയ തോന്നണമേ. എന്റെ വഴികൾ ഞാൻ നിരൂപിക്കുന്നു. എന്റെ കാലുകൾ അങ്ങയുടെ സാക്ഷ്യങ്ങളിലേക്ക് ഞാൻ തിരിക്കട്ടെ. അമാന്തം വരുത്താതെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ തിടുക്കം കൂട്ടുന്നു. ദുഷ്ടരുടെ പാശങ്ങൾ എന്നെ വെറിഞ്ഞു. അങ്ങയുടെ നിയമം ഞാൻ മറന്നില്ല. അങ്ങയുടെ നീതിന്യായ വിധികളെ പ്രതി അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കാൻ പാതിരാവിൽ ഞാൻ എഴുന്നേൽക്കും. അങ്ങയെ ഭയപ്പെടുന്ന എല്ലാവർക്കും, ദിവ്യപ്രമാണങ്ങൾ പാലിക്കുന്നവർക്കും ഞാൻ ചങ്ങാതിയാണ്. കർത്താവെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങേ ദാസന്റെ കാര്യത്തിൽ അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് വിവേചന ഗുണവും അറിവും എന്നെ പഠിപ്പിക്കണമേ. പീഡ സഹിക്കുന്നതിന് മുൻപ് ഞാൻ വഴിപിഴച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചസ്സ് പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും സൽക്കർമ്മിയുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ധിക്കാരികൾ വ്യാജം കൊണ്ട് എൻ്റെ മേൽ കരുതേക്കുന്നു. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ ദിവ്യ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ മരവിച്ചു. ഞാനോ അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമാക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എനിക്ക് അഭ്യസിക്കാനാകും വിധം ഞാൻ പീഡിതനായത് എനിക്ക് ഗുണകരമായി. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ അത്തരത്തിലെ നിയമം എനിക്ക് അഭികാമ്യമാണ്. അങ്ങയുടെ കൈകൾ എന്നെ സൃഷ്ടിച്ച് അവരോധിച്ചു. ദിവ്യ കൽപ്പനകൾ പഠിക്കാൻ എന്നെ ഉൾക്കാഴ്ച ഉള്ളവനാക്കണമേ. ഞാൻ അങ്ങയുടെ വചനത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ട് അങ്ങയെ ഭയപ്പെടുന്നവർ എന്നെ കണ്ട് സന്തോഷിക്കും. കർത്താവെ, അങ്ങയുടെ ന്യായവിധികൾ നീതിപൂർവകമാണെന്നും വിശ്വസതാപൂർവമാണ് അങ്ങ് എന്നെ പീഡിപ്പിച്ചതെന്നും ഞാൻ അറിയുന്നു. അങ്ങേ ദാസനോടുള്ള തിരുവചനം അനുസരിച്ച് എന്നെ സമാശ്വസിപ്പിക്കാൻ അങ്ങേ കാരുണ്യമുണ്ടായിരിക്കണമേ. ഞാൻ ജീവിക്കാൻ അങ്ങയുടെ ആർദ്രത എന്നിൽ പ്രവേശിക്കട്ടെ. അങ്ങയുടെ നിയമമാണല്ലോ എന്റെ പ്രമോദം. ധിക്കാരികൾ ലജ്ജിക്കട്ടെ, എന്തെന്നാൽ അവർ വഞ്ചന കൊണ്ട് എന്നെ തകിടം മറച്ചു. ഞാനോ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യും. അങ്ങയെ ഭയപ്പെടുന്നവരും തിരുസാക്ഷ്യങ്ങൾ അറിയുന്നവരും എന്റെ പക്കലേക്ക് തിരിയട്ടെ. ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങളിൽ തികവറ്റതായിരിക്കട്ടെ. അങ്ങയുടെ രക്ഷയ്ക്കായി എന്റെ ആത്മാവ് തളർന്നു. അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു. എപ്പോഴാണ് അങ്ങ് എന്നെ സമാശ്വസിപ്പിക്കുന്നത് എന്ന് തിരക്കി. അങ്ങയുടെ വചസ്സ് തേടി എന്റെ കണ്ണുകൾ കഴയ്ക്കുകയായിരുന്നു. ഞാൻ പുകയത്ത് ഇരിക്കുന്ന തോൽക്കുടം പോലെയാണെങ്കിലും അങ്ങയുടെ ചട്ടങ്ങൾ മറന്നിട്ടില്ല. അങ്ങയുടെ ദാസന്റെ നാളുകൾ എത്രയാണ്! എന്നെ പിന്തുടരുന്നവർക്കെതിരെ അങ്ങ് ന്യായവിധി നടത്തുന്നത് എന്നാണ്. അങ്ങയുടെ നിയമത്തിന് ചേരാത്ത വിധം ധിക്കാരികൾ എനിക്കായി കുഴികൾ കുഴിച്ചു. അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വസനീയമാണ്. അവർ എന്നെ അകാരണമായി പിന്തുടരുന്നു. അങ്ങ് എന്നെ സഹായിക്കണമേ. ഭൂമിയിൽ അവർ എനിക്ക് ഏറെക്കുറെ അന്ത്യം വരുത്തി. എന്നിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ ഉപേക്ഷിച്ചില്ല. അങ്ങയുടെ തരത്തിലെ സാക്ഷ്യം ഞാൻ പാലിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യമനുസരിച്ച് എനിക്ക് ജീവൻ പകരണമേ. എന്നേക്കുമുള്ളവനായ കർത്താവെ,
അങ്ങയുടെ വചനം സ്വർഗത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത തലമുറ തോറുമുള്ളതാണ്. അങ്ങ് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. സകലതും അങ്ങയുടെ സേവകരായതിനാൽ അങ്ങയുടെ ന്യായവിധികൾക്കായി അവ ഇന്ന് നിലകൊള്ളുന്നു. അങ്ങയുടെ നിയമം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എനിക്കുണ്ടായ പീഡനത്തിൽ ഞാൻ ഇതിനകം നശിക്കുമായിരുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവയിലൂടെയാണല്ലോ അങ്ങനെ ജീവിപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ അന്വേഷിച്ചു. എന്നെ നശിപ്പിക്കാൻ ദുഷ്ടർ എനിക്കായി കാത്തുകിടക്കുന്നു. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവനാകട്ടെ. എല്ലാം പൂർണ്ണതയ്ക്കും ഒരു അതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ കൽപ്പന അത്യന്തം വിശാലമാണ്. അങ്ങയുടെ നിയമം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. ദിനം മുഴുവനും അതാണ് എൻ്റെ ചിന്താ വിഷയം. അങ്ങയുടെ കൽപ്പന എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അത് എന്നേക്കും എനിക്കുള്ളതാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വിചിന്തന വിഷയമായതുകൊണ്ട് എൻ്റെ എല്ലാ അധ്യാപകരെക്കാൾ ഞാൻ ബുദ്ധിയുള്ളവനായി. അങ്ങയുടെ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠരേക്കാൾ ഗ്രാഹ്യമുള്ളവനായി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഇതാ കുഷ്ഠം നിറഞ്ഞ ഒരുവൻ വന്ന് അവനെ കണ്ട് അവന്റെ മുമ്പിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് കൽപ്പിച്ചു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അവർക്ക് തെളിവിനായി നിന്റെ ശുദ്ധീകരണ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വാർത്ത പൂർവാധികം വ്യാപിച്ചുകൊണ്ടിരുന്നു. വലിയ ജനക്കൂട്ടം അവനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടാനും വന്നു കൂടിക്കൊണ്ടിരുന്നു. അവനാകട്ടെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും വന്ന ഫരിസേയരും നിയമാധ്യാപകന്മാരും അവിടെ ഇരുന്നിരുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്തുകൊണ്ടുവന്ന് യേശുവിന് മുമ്പിൽ കിടത്താൻ ശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം ഒരു വഴിയും കാണാഞ്ഞ് അവർ പുരമുകളിൽ കയറി മേച്ചിലിളക്കി കിടക്കയോടെ അവനെ അവരുടെ മധ്യേ യേശുവിന്റെ സമക്ഷം വച്ചു. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നേവജ്ഞരും ഫരിസേയരും ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക? ദൈവത്തിന് മാത്രമല്ലാതെ. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഹൃദയത്തിൽ സംവദിക്കുന്നത്? ഏതാണ് കൂടുതൽ എളുപ്പം, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. ഉടനെ അവരുടെ മുമ്പാകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്നിരുന്ന കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ ഭയഭരിതരായി പറഞ്ഞു, ഇന്ന് നാം വിചിത്രമായവ കണ്ടിരിക്കുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ